മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് പൊന്നാനിയിലാണ് നടക്കുക. 10 മണിക്ക് മലപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും ഉണ്ടാകും. KT സ്വാലിഹുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സ്വാലിഹ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്വാലിഹ്, എങ്ങനെയാണ് പൊന്നാനിയിലെ പ്രചാരണമൊക്കെ നടക്കുന്നതിൻ്റെയൊക്കെ ആവേശം എത്രത്തോളം ഉണ്ട്? ഇന്ന് മുഖ്യമന്ത്രി കൂടി എത്തുമ്പോൾ അത് ഒരു ഇരട്ടി ആവേശമാകുമല്ലോ, കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ, വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത്. കീർത്തി, തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മലപ്പുറം ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാവുകയാണ്. ഇന്ന് പൊന്നാനിയിലാണ്. പൊന്നാനി നമുക്കറിയാം, മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോയി ഇടതുപക്ഷത്ത് എത്തിയയാളാണ് KS ഹംസ. മുസ്ലിം ലീഗ് UDF വേണ്ടി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണിത്. വലിയ ആവേശം, രാഷ്ട്രീയമായ ഒരു പോരാട്ടം പൊന്നാനിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ചൂട് പൊന്നാനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. UDFിൻ്റെ അബ്ദുസമദ് സമദാനിയാണ് UDFന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സ്വാഭാവികമായും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, CAA പോലുള്ള വിഷയങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളെല്ലാം ഈ മണ്ഡലത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനിടെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പര്യടനം മണ്ഡലത്തിൽ നടക്കുന്നത്. ഉച്ച കഴിഞ്ഞാണ് പര്യടനം തുടങ്ങുന്നത്. 3 മണിക്ക് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായ തൃത്താല, കൂറ്റനാട് വെച്ചാണ് ആദ്യ പൊതുയോഗം. അതിനുശേഷം തിരൂരിലെ ആലത്തിയൂരും പിന്നീട് വൈകുന്നേരം 6 മണിക്ക് താനൂർ ടൗണിലുമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പാലക്കാട് നിയോജക മണ്ഡലത്തിലാണ് ഉണ്ടായിരുന്നത്. പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ മൗനം, പൗരത്വ ഭേദഗതി നിയമത്തിൽ രാഹുൽ ഗാന്ധിയുടെ മൗനം, കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി വേദികളിൽ വിശദീകരിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തേക്ക് മതന്യൂനപക്ഷങ്ങൾ വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം പ്രചാരണത്തിൽ വളരെ സജീവമായ ചർച്ചാ വിഷയവും ആണ്. കീർത്തി, ശരി സ്വാലിഹാട, കൂടുതൽ വിവരം.